ഗൈസ് ആൽബിനാണ്. നിങ്ങൾ വിചാരിക്കും രാത്രി മാത്രമേ ഇന്ന് ആരും ഇറങ്ങുള്ളൂ അങ്ങനെയല്ല കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം ഞങ്ങൾ പുത്തുമ്പള്ളിക്കാണ് പോയത്. പുത്തുമ്പള്ളിയിൽ നടയിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുൽക്കൂട് കുഴപ്പമില്ല, അത്ര തന്നെ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ അവിടെ കുറച്ചു നേരം കളക്ഷനൊക്കെ അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളൊരു പെടലാണ് വേണ്ട. ആരാന്നറിയോ? നോക്ക് നിങ്ങൾ ബോച്ച വന്നിറങ്ങി തന്നെ മാസിലായിരുന്നു. എല്ലാവരും വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ ട്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ മുന്നില്ലാണ്ടായപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എത്തിമ്പള്ളി പോയി. എത്തിമ്പള്ളിയിൽ അവിടെ വണ്ടി വെച്ച് ഇറങ്ങിയപ്പോൾ ആനയുടെ സൗണ്ട് നോക്കിയപ്പണ്ടാ. നോക്ക് നിങ്ങൾ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്മാർക്കും അതുപോലെ അട്ടാറ് സാധനം. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പണ്ടാ വഴി നീളെ ലൈറ്റ് ഇട്ട് വെച്ചോണു. ഞങ്ങൾ വിചാരിച്ച് കല്യാണമാണെന്ന്. സംഭവം നല്ല രസം ഉണ്ടായിരുന്നിട്ടാ. മാലവെളുപ്പിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ചാതി വൈബായിരുന്നു, പ്രത്യേക വൈബ്. അങ്ങനെ ഈ കാട്ടായി കാണിച്ച് തിരിഞ്ഞപ്പോൾ ഒരു പച്ചരിക്കാണ് പോയത്. മഞ്ഞെന്ന് പച്ചരിക്ക്. പച്ചരി നോക്കിയപ്പോൾ നിറച്ചാട്. അതിന് കൊമ്പ് കണ്ടോ വളഞ്ഞ് പൊളഞ്ഞിട്ട്. ഇതൊക്കെ ഏതാടാണാവോ? അങ്ങനെ പച്ച കളറിലെ ആടിൻ്റെ സ്ഥലത്തുനിന്ന് വിട്ടിട്ട് ഞങ്ങൾ നീല കളറിലെ വവ്വാല സ്ഥലത്തേക്ക് പോയി. വവ്വാല സ്ഥലത്ത് പോയപ്പോൾ ഒരു ഗുഹ സീൻ സ്ഥലം, മൊത്തത്തിലൊരു അവതാര വൈബ്. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ അവരാധം കാണിക്കാന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാ വവ്വാല് നോക്കുമ്പോൾ വേറൊരു ജീവിയുടെ പോലെ. ഗായ്സ്, നിങ്ങൾ ആരും പേടിക്കരുത്. 2 സിംഗ് ഒരേ ഫ്രെയിമിൽ. ഇവിടെ ഒരു ഭീമരകുണ്ട്. ഭീമരകൊന്ന് ഞാൻ അവനെ വെറുതെ പറഞ്ഞാലാട്ടാ. അവൻ റോഡ് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മൂക്കും ഒരു ഇടിക്കുന്നു. അത് കഴിഞ്ഞ് തലരിച്ചപ്പോൾ കങ്കാരനുണ്ട്. അത് കഴിഞ്ഞ് കടുവേനും കണ്ടു. കായും ഒരുമിച്ച്. കടുവര സൗണ്ടൊക്കെ നല്ല നാച്ചുറലായിരുന്നു, കണ്ട സീനായിരുന്നു. അത് കഴിഞ്ഞ് ഏതൊരു പക്ഷിനുണ്ടോ, അതിന് പേരും അറിയില്ല കേട്ടോ. ഏതോ കൂണുകളുടെ ഇടയിൽ ജീവിക്കുന്ന പക്ഷിയാന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോണ്ടാ ഭീമരഘുവിന്റെ ചെറുത് കേട്ടാ വീര. അവന് കൂട്ടുകാരായിട്ട് കുറെ ഓറഞ്ച് പക്ഷി ഉണ്ടായിരുന്നിട്ടാ. ഇത് കണ്ടിട്ട് അവൻ്റെ അനീത്തിയാന്നുണ്ട്. ഇതെന്താണ് കഴുകണാണ് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ മുതലാനുണ്ട്. മുതലാരുടെ അടുത്ത് എന്തോ ബാലൻ അവരത് കാണിക്കണമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പാമ്പ് കാവലൊക്കെ കാപ്പികളൊക്കെ. മൊത്തത്തിലൊരു കളർഫുൾ വൈബാണ് ഇവിടെ. ഇതൊക്കെ എന്ത് ജന്തുക്കളാണോ എനിക്കറിയില്ല. ഞാൻ അവിടത്തെ പെണ്ടാ മറ്റേ പേരറിയാത്ത ലെവലില് അവനും പിന്നെ നമ്മുടെ ജീറാഫും. അത് കഴിഞ്ഞ് നടന്നപ്പോൾ സൂര്യകാന്തി വിടർന്ന പോലത്തെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ലൈറ്റോട് ലൈറ്റായി ചുമലും വെള്ളിയും ട്രീകൾ. അത് കഴിഞ്ഞപ്പോൾ കളർഫുൾ സാധനം. ഇതൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് കൊണ്ടിട്ടാ. 1, 2, 3 സ്പോട്ട് ഉണ്ട്. നോക്കിയപ്പോൾ തോമസ് ഫ്രെയിമിനുള്ളിൽ മാർക്ക് തോമസാ. അങ്ങനെ തോമസിനെ മാറ്റി ഇതാണ് ഫ്രെയിം 3ാമത്തെ. നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മാലാകന്മാർ വിത്ത് ഫ്ലവർ ഫയറല്ലാട്ടാ. അത് കഴിഞ്ഞ് തലയിരിച്ചപ്പോൾ മഞ്ഞ് പെയ്ത മാനിയും പിന്നെ പച്ച ട്രീകളും കണ്ട്. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോണ്ടാ നിറച്ച് മഞ്ഞ്. ഇടയിൽ നമ്മുടെ പെൻകിനും എൻ്റെ മോനെ ഏത് അവന്മാർ ഭയങ്കര അച്ചടക്കത്തോടെ നിൽക്കണ്ടായിരുന്നു, അറ്റൻഷൻ അടിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ധ്രുവക്കരടി ഉണ്ടായിരുന്നിട്ടാ. അത് നല്ല ക്യൂട്ടായിരുന്നു. ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി നോണ്ടിട്ടാ. അത് കഴിഞ്ഞ് തലയിരിച്ചപ്പോണ്ടാ 4 മാനും പിന്നെ അട്ടത്ത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനും. ഇവിടെ മഞ്ഞിലാട്ടാ ഉണ്ണി ഉണ്ടായ കണ്ട. ഇവർ രണ്ടുപേരും ഷാൾ ഇട്ടിട്ട് അതിനൊരു പുതപ്പോലും പോയിക്കാണ്ട് വെച്ചോക്ക ഉണ്ണി. അതിൻ്റെ അടുത്ത് തന്നെ 2 രാജാക്കന്മാരും ഒരു ഒട്ടൊക്കെ ഉണ്ടാവും. സംഭവത്തോടുകൂടി ലത്തിമ്പള്ളിത്തെ പുൽക്കൂട് പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ നക്ഷത്രം കണ്ട നല്ല രസമുണ്ടല്ലേ. മഴവില്ലടകിൽ ആരുടെ ഐഡിയ എന്നറിയില്ല, പക്ഷെ കൊള്ളാട്ടാ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും മഞ്ഞ ലൈറ്റ് മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും വീഡിയോ എടുത്തു. നടത്താൻ മാത്രം പോരല്ലോ, ഫുഡും കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ സുലൈമാനെ കഴിക്കാൻ പോയി. വണ്ടിയിൽ കീ ഓഫ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഡോർ അടച്ചു. എന്തായാലും അങ്ങനെ തളരില്ലാന്ന് നേരിട്ട് ഞങ്ങൾ അടുത്ത കടയിൽ പോയി. അവിടെ പോയിട്ട് 4 ബൂസ്റ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഓർഡർ പറയാൻ പോയ ഗ്യാപ്പിൽ തോമസിന് സീറ്റ് പൊറോട്ട മേടിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് തന്നു. അങ്ങനെ നോക്കിയിരുന്ന് കണ്ണു കഴിച്ചപ്പോൾ ഞങ്ങൾ പോയിട്ട് ബൂസ്റ്റ് മേടിക്കാൻ വിളിച്ചു. വീഡിയോ എടുക്കുന്ന ഞാൻ പോയില്ലേ, തോമസിനും ബാലിനും പോയി മേടിച്ചിട്ട് വന്നു. സത്യം പറയാലോ നല്ല ഊള പോസ്റ്റായിരുന്നു. അത് കാരണം തോമസിന് വേണ്ട പറഞ്ഞു. ഞങ്ങൾ 3 കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയി ഇതൊരു പള്ളി എനിക്കറിയില്ല കേട്ടോ. വളരെ പള്ളി പോകാന്ന് വിചാരിച്ചേ. പോണ ഈ പള്ളിയിൽ ലൈറ്റ് കണ്ടപ്പോൾ നിർത്തിയതാ. നോക്കിയപ്പോൾ മറ്റേ പറക്കുന്നിളിയ സെറ്റപ്പ്, നിറച്ച് കാടും മരം, ആകെ ഒരു നെഗറ്റീവ് വൈബ്. സംഭവം പുൽക്കൂട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ വരണ വഴിക്കുള്ള കാടാണ് പ്രശ്നം. സംഭവം ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കയറിയത്. പക്ഷെ ആൾക്കാർ പുൽക്കൂട് കാണാനല്ല, അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, അത് കഴിക്കാനായിരുന്നു. ഞങ്ങൾ 5 നേരം വേഗം ചെയ്തു. ഫുഡ് കഴിഞ്ഞു. എന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ വെച്ചു. അടുത്ത് ഞങ്ങൾ വളരെ പള്ളി പോയി ഇപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല, അതിനെ കഴിച്ചില്ല. അവിടെ പേര് എൻ്റെ ഔട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം, അതിന്റെ മണ്ടയ്ക്കുണ്ടാ ഒരു പെടറായിരിക്കും. ഒരു പ്രത്യേക മനുഷ്യനാട്ടാ. വയറൊരു സ്ഥലത്ത് കാലൊരു എന്തേലും അവിടെ ആയിരിക്കും. ഞങ്ങൾ ഇന്നിൽ കയറി. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് സാഹസികമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചപ്പോൾ നിറച്ചടക്കാർ. അവർ 5 പതുക്കെ പോകണുള്ളൂ. ഉള്ളി കയറിപ്പോൾ പിന്നെ ഒരു കടുവേനുണ്ട്, പിന്നെ ഒരു ആട്ടിടുകൻ. അത് കഴിഞ്ഞ് തലയിരിച്ചപ്പോൾ ഒരു കിണറുണ്ട്. കിണറിനുള്ളിൽ നോക്കിയപ്പോൾ പാള മാത്രമുള്ള വെള്ളം ഇല്ലേ പറ്റിച്ച്. ഇവിടെയും വലിയൊരു ജിറാഫിനുണ്ടാക്കി വെച്ചിട്ടുണ്ടാ. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് മിക്കി മൗസിൻ്റെ സാധനങ്ങളൊക്കെ. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സാധനം കണ്ടത്. നോക്കുന്നത് നമ്മുടെ സ്കൈ വാക്ക് സെറ്റ് ആയിട്ടാ. നമ്മൾ സ്കൈ വാക്ക് പോയിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്, അത് പോയി കാണട്ടാ. അതിൻ്റെ ഇടയിൽ ഒരു പ്രൊമോഷൻ ഇരിക്കട്ടെ. സംഭവം നല്ല രസമാണ് കേട്ടോ. കൂട് കാണാൻ നടന്നിട്ട് ആദ്യമായിട്ട് ഒരു വെറൈറ്റി സാധനം കണ്ട. സംഭവം നല്ല അടിപൊളിയായിട്ട് ഒരു ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ നടക്കുന്നത് കണ്ട. എൻ്റെ മോനെ ലിഫ്റ്റാ അടിപൊളി. ഏതോ ആൾക്കാരെ ഫാമിലി ഫോട്ടോയ്ക്ക് കേട്ടോ, ഏതോ സീരിയലത്തെ ആൾക്കാരാന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ ഒരു മുതലേനാണ്ട് കേട്ടോ. പെട്ട സാധനം മുതലേക്ക് കൂട്ടായിട്ട് ഒരു ആട്ടിട്ടാൻ ഉണ്ടായിരുന്നു. ആട്ടിട്ടാൻ്റെ അടുത്ത് തന്നെ ഒരു കൊട്ടാരനായിരുന്നു.
ശരിക്കും അവനെ കൊട്ടാരത്തിനടുത്ത് രാജാക്കന്മാരുണ്ടാവണ്ട കഥയിൽ ജ്യോതിയിലെ പുൽക്കൂടുള്ള കഥയില് പിന്നെ ഒരു ഒട്ടകത്തിനെ പോലത്തെ സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് തലരിച്ചപ്പോ ഒരു ഗ്രൗണ്ട് നോക്ക്, ഗ്രൗണ്ട് നിറച്ച് വന്യജീവി. ഒരു ഐഡിയ മൊത്തത്തിൽ കൊള്ളാട്ടാ. കടുവയെന്നുണ്ടിട്ട് അവരെ ക്യാപ്റ്റൻ ബോൾ അവന്റെ കയ്യിലായിരുന്നു. കാട്ടിൽ ഇമ്മാരി മാച്ച് എടുക്കുമ്പോൾ ആൾക്കാർ വരണ്ടിരിക്കോ, ചുറ്റിനും അമ്മാരി സപ്പോർട്ടുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നു. കണ്ണി മേട്ടാണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കഴുകി നടന്നിട്ട് അവർ റഫറി അത് തന്നെ ഉഡായിപ്പം നടന്നിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് പുൽക്കൂട് കണ്ടത്. സംഭവം ഇതൊരു പുൽക്കൂണ്ട് ഫീൽ ഉണ്ട് കേട്ടാ. ഇതോടുകൂടി വളരെ വെളുത്ത പുൽക്കൂടും കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നടന്നപ്പോ വീണ്ടും വിശന്ന പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടത്. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ കടയിൽ കയറിയിട്ട് ഞങ്ങൾ 3 ഓംലെറ്റ് പറഞ്ഞു. സംഭവം ഞങ്ങൾ 4 പേരുണ്ട് കേട്ടാ. ഞാൻ, തോംസൺ, ഹാരിഷ്, പിന്നെ നമ്മുടെ ബാലൻ. നേരത്തെ കയറിയ കടയിൽ ഒറ്റയ്ക്ക് സീറ്റ് പൊറോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ടിപ്പ് ഓംലെറ്റ് കഴിച്ചു. അവനെ കൊടുക്കാൻ ഞാൻ ഒന്നല്ലട്ടാ, അവന് നോമ്പായതുകൊണ്ടാണ്. അവന്റെ ശാപമാണ് അവിടുത്തെ ചേച്ചിയുടെ കൈപ്പുണ്യാണെന്ന് എനിക്കറിയില്ല. നാവിലെ ഓംലെറ്റിന്റെ ടേസ്റ്റ് മാറാനായിട്ട് ഞങ്ങൾ നാരങ്ങ മിഠായി മേടിക്കാൻ വന്നു. എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് ഒല്ലൂര് പോകാൻ വിചാരിച്ചു. ഒല്ലൂര് പോണ വഴിക്ക് വേറൊരു ഗലീലി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര ലൈറ്റും ക്രൗഡ് ആയിരുന്നു. അത് തന്നെ ഞങ്ങൾ കയറിയതാട്ടാ. ഈ ലൈറ്റും ക്രൗഡും കണ്ട് കയറിയെടുത്തിട്ടാ. കാരണം അവിടെ ഒന്നും ഉണ്ടാവില്ലേ. കണ്ട വരമ്പത്തൊരു കോഡ് ഉണ്ടാക്കി വെച്ചോക്ക. പുല്ലോര് മുളച്ചിട്ടില്ലേ. ഇവരെന്ത് ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായില്ലേ. സംഭവം ഇവിടുത്തെ പുൽക്കൂടിനാക്കുള്ള രസം വേറൊരു സ്റ്റാറാട്ടാ. അത് കാണിച്ചാട്ടോ. ഇവിടുത്തെ സ്റ്റാർ മത്സരത്തിൽ ആരുണ്ടാക്കിയതാന്ന് കൊണ്ടിട്ടാ. ഇതിനാവും ഫസ്റ്റ് കിട്ടിയിട്ടാവും മിക്കതും. ബാക്കിയൊക്കെ വലിയൊരു നക്ഷത്രം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് മഞ്ഞ് പെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല രസം കേട്ടോ. സൈഡിലൊരു മാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ തങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പള്ളി പോയി. ഇതേതാ പള്ളിയും തൃശ്ശൂർക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. തൃശ്ശൂർക്കാർ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ്. അത് കാരണം ഞാൻ എല്ലാവർക്കും കൂടി പറയാം. ഇതാണ് വലിയൊരു മാലകയറ പള്ളി. പള്ളിയുടെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മാസ് എൻട്രിയായിട്ടും നമ്മുടെ ആരിഷും പാലും സംഭവം മാസ് എൻട്രി ഒന്നല്ല, ഇവന്മാർ വഴി തെറ്റിപ്പോയി. അതുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പതുക്കെ ഉള്ളി കയറിപ്പണ്ടാ. വലിയ മാറ്റമൊന്നുമില്ലേ. വലിയ പള്ളിത്തെ പുൽക്കൂട് എപ്പോഴും എല്ലാ കൊല്ലവും ഓരോ പോലൊക്കെ തന്നെയാട്ടാ. വലിയ മാറ്റമൊന്നുമില്ല. ഒരു കവാടുണ്ടാവും, 2 സൈഡിൽ വഴി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വന്നാലും വെച്ചിട്ട് ഈ വഴി കൂടെ കയറി ആ വഴി കൂടെ ഇറങ്ങി. അല്ലാണ്ട് വേറെ വലിയ മാറ്റം ഉണ്ടായി. ഇവർ അടുത്ത പ്രാവശ്യം മാറ്റി പിടിച്ചാൽ തീർന്നു. ഈ വഴിയും കൊട്ടാരവും കവാടും കണ്ട് മടുത്ത്. അത് കാരണാട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വലിയൊരു സെൻറ്ററിലുള്ള പള്ളിയിൽ പോയിട്ടാ. അവിടെ പിന്നെ വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു. നല്ല പെടപ്പെട്ട സാധനങ്ങൾ. പിടയ്ക്കുന്ന മീനൊക്കെ എയറിലൊക്കെ ഉണ്ടായിരുന്നു. സംഭവം നല്ല വെറൈറ്റി സാധനമായിട്ടാ. എയറിലത് മീനൊക്കെ നിങ്ങളെല്ലാവരും വെള്ളത്തിലുള്ള മീനൊക്കെ കണ്ടുണ്ടാവുക. ഒല്ലുപള്ളി വന്നു കഴിഞ്ഞാൽ എയറിൽ നിൽക്കുന്ന മീനാണ്. അങ്ങനെ എയറിൽ നിൽക്കുന്ന മീനെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നടന്നപ്പോൾ വലിയൊരു ട്രീ കണ്ട് തിരിഞ്ഞപ്പോഴാണ് പെട്ട സാധനം കണ്ട. അവിടെ ഫുള്ള് വെറൈറ്റി ആണ് കേട്ടോ. പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ കൂൺ. അങ്ങനെ കൂണ് നോക്കി തിരിഞ്ഞപ്പോണ്ടാ നമ്മുടെ പാപ്പ എയറിൽ. ഇവിടെ മൊത്തം എയറിലാട്ടാ. മീൻ എയറിൽ, പാപ്പ എയറിൽ. എന്തൊക്കെ പറഞ്ഞാൽ ഈ പച്ച സാധനം നല്ല രസമുണ്ട്. ഇത് ഉണ്ടാക്കി തന്നെ തലാഭാരം തന്നെ. സംഭവം നല്ല രസമാണ് കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കണമെന്നറിയോ. മേളിൽ മറ്റേ വല പോലത്തെ സാധനം വിരിച്ചിട്ടൊക്കെ അതിൻ്റെ അടിയിൽ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തൊക്കെ ആ വലര മേളിൽ ചില്ല് വാരിയിട്ടൊക്കെ ജാതി രസം കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട്. ആ കൂണിൻ്റെ ഇടയിലാണ് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തതാണ്. മൊത്തത്തിൽ വെറൈറ്റി അതിൻ്റെ ഉള്ളൂര്. അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ കൂണിൻ്റെ ഇടയിൽ തല വെട്ടിച്ചപ്പോൾ നമ്മുടെ തവളക്കുട്ടൻ എയറിലാണല്ലോ. എൻ്റെ പൊന്നിടാവി. തവളര മണ്ടാക്കിയ ഒരു സ്റ്റാറും അതിന് തിരിഞ്ഞപ്പോണ്ടാ ഒരു കുളവും അത് നിറച്ച് മീനും അതിൻ്റെ നടുവിലും താമരയും. എന്താലേ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം. ഇത് മുഴുവൻ അവരുണ്ടാക്കിയതാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുത്തിന് തല ഇവിടുത്തെ അടിപൊളിയാന്ന് കണ്ടാ. ഇതും നല്ല രസം കേട്ടാ. ഇവിടുത്തെ കൂടുതൽ പേർക്കും തുണിയുണ്ട് കേട്ടാ. കമ്പി വിത്ത് തുണി പിന്നെ ലൈറ്റും. അതുകൊണ്ട് ഫുൾ അവർ സെറ്റ് ചെയ്തോണം. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിന് കാണാനില്ല. നോക്കിയപ്പോൾ ബാലൻ ഫോണും കൊണ്ട് പോകണം. പേടിക്കേണ്ട കാന്തായിരുന്നു അല്ലാട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കല്ലാട്ടാ തോംസന് തോംസൺ അല്ലാണ്ടാവും. കാരണം അവൻ അങ്ങോട്ട് കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു. അവന് കാലത്തന്നെ ദോശയും ചമ്മന്തിയും കഴിക്കണം. സമയം ഇപ്പം ഏകദേശം 5 മണി അപ്പം ഞങ്ങൾ നിൽക്കണ നേരം കൊണ്ട് ഒരു 10 ചായ അടിച്ചിട്ടുണ്ടാവും. ആ ഗ്യാപ്പിലാണ് അവൻ ദോശ വയ്ക്കുന്നത്. പഴംപൊരിയിൽ കിട്ടിയത് ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയി ഇത് തല്ലൂര് പള്ളി പോയപ്പോൾ ഭയങ്കര ശോകാവസ്ഥയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കാറായതുകൊണ്ടാണോന്ന് അറിയില്ല. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു നെഗറ്റീവായി പറഞ്ഞു. അത് പോസിറ്റീവ് ആക്കാനായിട്ട് നിറച്ച് സ്റ്റാർ തൂക്കിണ്ടായിരുന്നവർ. പിന്നെ ഇവിടെയും വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെയും മഞ്ഞുമലയുടെ ഉള്ളിലാണ് അവർ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വെറൈറ്റി മനുഷ്യനുണ്ടാ കാണിച്ചാ. കണ്ട അങ്ങേരിക്കും എന്തോ പ്രോ റൈഡറാന്ന് കൊണ്ടിട്ടാ. കണ്ട ഇരിക്കുന്ന സ്റ്റൈൽ തന്നെ കണ്ട. പുള്ളിക്കാരൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് മാർക്കുമായിട്ട് തോന്നും. പക്ഷെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മാറിക്കൊന്ന് പറയാൻ തോന്നുള്ളൂ. അമ്മാരി സ്വാഗാണ്. ഇത് ആരുണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല. എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടാക്കിയവനൊരു കൈയടി. നമുക്ക് പിന്നെ പണ്ടേ കൗതുക ലേശം കൂടുതലാണല്ലോ. അതുകൊണ്ട് ഞാൻ ക്യാമറ ഹാരിഷിൻ്റെ കൊടുത്തിട്ട് അവരത് കാണിക്കാന്ന് വിചാരിച്ചു. അങ്ങേരോട് ഞാൻ പച്ച മലയാളത്തിൽ ലിഫ്റ്റ് വെച്ചതാണ്. പക്ഷെ ആൾക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണെന്നുണ്ട് ലിഫ്റ്റ് തന്നില്ല. അപ്പം ഞാൻ കയറിക്കാൻ വിചാരിച്ചു. 10 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടി എറണാകുളം വരെ പോകുന്ന ടീമാണ് നമ്മൾ. അപ്പം നമുക്ക് ഒരു കാര്യം തോന്നി കഴിഞ്ഞാൽ അത് ചെയ്യണം. അതിൻ്റെ ഒരു അപരാധമാണ് കാണുന്നത്. ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പാപ്പ വിത്ത് പപ്പൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുകളിൽ നിറച്ച് റിബൺ കെട്ടി തൂക്കിയാണ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം വെറൈറ്റി ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ റിബൺ അടിയിലേക്ക് തൂക്കിയിട്ട് നല്ലതുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ മസ്റ്റാണല്ലോ. അതുകൊണ്ടാണ് ഈ അവരത്. അടുത്ത ഞങ്ങൾ പോയത് നടത്തറ പള്ളിക്കാട്ടാ. ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിലാണ് സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി നേരം ഇരിക്കുന്ന പാപ്പോണ തെങ്ങിന്റെ കഷ്ണമാണ്. പിന്നെ അങ്ങോട്ട് തിരിയുമ്പോൾ ഫുള്ള് ക്രിയേറ്റിവിറ്റി ആട്ടാ. ഇതുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ നമ്മുടെ പരിചയ പിള്ളേരാട്ടാ. അവന്മാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം കൊണ്ട് പരമാവധി ഒരു യൂസ്ഫുൾ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കാറും പിന്നെ ഒരു വെസ്പയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഈ സംഭവമൊക്കെ നല്ല വെറൈറ്റി സാധനമുണ്ട്. പിന്നെ സൈക്കിളും പിന്നെ പ്ലെയിനിൽ വരെ പാപ്പന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. ലാൻഡ് ചെയ്ത പ്ലെയിൻ ആട്ടാ, വേറെ ഒന്നുമില്ല. കാണുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നുമെങ്കിലും അവരുടെ എഫേർട്ട്
ചെറുതൊന്നും കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ ഇത് മുഴുവൻ ചില്ലും കുപ്പി കണ്ടോ അവരുണ്ട്. വയ്യാണ്ടിരിക്കുന്ന പാപ്പനെ കൊണ്ട് എയറിൽ പോണ മാനി അത് കണ്ട് തലരിച്ചപ്പോൾ ഒരു ഗുഹ കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് കാണിച്ചിട്ടാ ഫുൾ സെറ്റപ്പാണ്. നമുക്ക് മറ്റേ അവതാർ സിനിമയിൽ മറ്റേ ലൈറ്റ് എത്തുന്ന സാധനമില്ലേ, അതാണ് ഓർമ്മ. ഞങ്ങൾ പുലർച്ചെ 5:30 ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. സംഭവത്ത് അടിപൊളിയൊക്കെ ആയിട്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ റെയിൽ പാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടിയൊന്നും പോകണ്ടായിരുന്നില്ല. ഇതൊന്നും കൂടിയും ലൈറ്റ് ഒന്നുകൂടി സെറ്റായി ഒന്നുകൂടി കളർഫുൾ ആയാണ്. അത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ സൈഡിൽ മേരി ക്രിസ്മസിൻ്റെ ബോർഡ്, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് പുൽക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ. കൊട്ടാരത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ട പാലുണ്ട്, വെള്ളമുണ്ട്, പിന്നെ അറ്റത്ത് പുൽക്കൂടുണ്ട്. മേരി ക്രിസ്മസ് കണ്ട. പിന്നെ നമ്മുടെ ലത്തിമ്പള്ളിയിൽ പോലെ തന്നെ ഇവിടെ ഫോട്ടോ സെക്ഷനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ ട്രീ കണ്ട അതിന് മേളിൽ കണ്ട പാരച്ചുട്ടാ വെറൈറ്റി ആയിട്ടുണ്ട്. അത് കണ്ട് നടക്കുമ്പോൾ തോമസിനൊരാഗ്രഹം ആ ഗിഫ്റ്റ് ബോക്സിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ഞാനും ഗൈസ് നമ്മുടെ പുൽക്കൂട് സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ട. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.